بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1815 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്ത് ഖാഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഈ സൂറത്ത് 45 ആയത്തുകൾ അടങ്ങിയ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങിയതിനെ തുടർന്നുള്ള സങ്കീർണതകൾ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നത് കാണാൻ കഴിയും. ഇസ്ലാമിക വിശ്വാസത്തിന്റെ 3 അടിത്തറകളായ അള്ളാഹുവിന്റെ ഏകത്വവും പ്രവാചകത്വവും പാരത്രിക ജീവിതം എന്ന ആശയവും ഈ 3 സംഗതികളെ ഊന്നിക്കൊണ്ടാണ് മക്കയിൽ അവതരിച്ച സൂറത്തുകൾ മിക്കതും എന്നത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ സൂറത്തിലും ഈ 3 കാര്യങ്ങളെ തന്നെയാണ് അടിസ്ഥാനപരമായി പരാമർശിക്കുന്നത്. അതിൽ പാരത്രിക ജീവിതം എന്ന ആശയത്തെ ആ സമൂഹം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചില പ്രതികരണങ്ങൾ ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് നൽകപ്പെടുന്നത്. നമുക്ക് ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഈ ആദ്യത്തെ 4 ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, 1-ാമത്തെ ആയത്താണിത്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഇത് തുടങ്ങുന്നത് ഒരു മുഖത്തായ ഒരു അക്ഷരം ബാക്കിയുള്ള അക്ഷരങ്ങളോട് ചേർന്ന് ഒരു പദം രൂപപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു ഒറ്റ അക്ഷരം. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. ഖാഫ് എന്ന അക്ഷരമാണ്. ഈ അറബി ലിപിയില് അക്ഷരങ്ങൾക്ക് പുള്ളിയും അടയാളങ്ങളും ഒക്കെ ഹറക്കാത്തുകളും ഒക്കെ ചേർക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആന്റെ അവതരണം കഴിഞ്ഞ് ഒരു 10-60 വർഷങ്ങളൊക്കെ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എഴുത്തില് ലിപിയില്
ആശയക്കുഴപ്പം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അറബി ഭാഷാ പശ്ചാത്തലത്തിലുള്ളതല്ലാത്ത ആളുകൾ വിശുദ്ധ ഖുർആന്റെ പാരായണം വളരെ വ്യാപകമായി നടത്താൻ തുടങ്ങിയ ഒരു ഘട്ടത്തിൽ, അനറബി സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് ഈ അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് പുള്ളികളും അതുപോലെ ഹറക്കാത്തുകളും ഒക്കെ, അതിന് ഡയക്രിറ്റിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഈ അടയാളങ്ങൾക്ക് ഈ ഡയക്രിറ്റിക്സ് ഇല്ലാത്ത ഒരു രൂപത്തിലായിരുന്നു അറബി അക്ഷരങ്ങൾ എഴുതാറുണ്ടായിരുന്നത് ഖുർആൻ അവതരിക്കുന്ന കാലത്തൊക്കെ തന്നെ. അത് അക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വെച്ചുകൊണ്ടും, അതുപോലെ ഭാഷ അറിയുന്നവർക്ക് ഭാഷയിലെ പദങ്ങളുടെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടും, അതുപോലെ വ്യാകരണപരമായ കൃത്യത കൊണ്ടുമൊക്കെയാണ് ഈ ഹറക്കാത്തുകളില്ലാതെ, പുള്ളിയും അടയാളങ്ങളും ഇല്ലാതെ അറബി അക്ഷരങ്ങൾ വായിക്കാൻ നേരത്തെ അറബി ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾക്ക് സാധിച്ചിരുന്നത്. പിന്നീടാണ് ഖുർആൻ അനറബി സമൂഹങ്ങളിലേക്ക് വ്യാപിച്ച് വലിയൊരു വൃത്തത്തിൽ അത് വായന തുടങ്ങിയ ഘട്ടത്തിലാണ് ഈ ബാഹ്യമായ അടയാളപ്പെടുത്തലുകൾ, ഹറക്കാത്തുകളും അതുപോലെ പുള്ളിയും ഒക്കെ അറബി ലിപിയുടെ ഭാഗമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പുള്ളി നൽകപ്പെട്ട്, 2 പുള്ളി നൽകപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ വിധത്തില് അടയാളപ്പെടുത്തപ്പെട്ട ഒരക്ഷരമാണ് ഇതിലെ മുഖത്തായിട്ടുള്ള ഖാഫ്. അപ്പൊ ഇത് എഴുതുന്ന രീതിയില് ഇപ്പൊ ഖാഫും ഫായും, ഫാവും അതുപോലെ ഖാഫും ഒക്കെ ഒരുപോലെയാണല്ലോ ഉണ്ടാവുക, പുള്ളി ഇല്ലെങ്കിലും. അപ്പൊ അത് വ്യത്യാസപ്പെടുത്തി എഴുതി തുടങ്ങുന്നത് വൈകിയ ഒരു ഘട്ടത്തിലാണ് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഖാഫ് എന്ന അക്ഷരം ഈ ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അറബി അക്ഷരമാലയിലെ ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു ശബ്ദം, അത് ഖുർആൻ അവതരിക്കുന്നത് വാഗ്മൊഴിയായിട്ടാണല്ലോ, അത് ലിപിയായിട്ട് എഴുത്ത് രൂപത്തിലല്ല. അതുകൊണ്ട് ശബ്ദം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അപ്പൊ ഈ അക്ഷരത്തെ, ഈ ശബ്ദത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു ശപഥം ചെയ്യുന്ന, ഒരു ഖസം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, വൽ ഖുർആനിൽ മജീദ്. അപ്പൊ ഖാഫും അതിശ്രേഷ്ഠമായ ഖുർആനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഖാഫും വളരെ ശ്രേഷ്ഠമായ, മജിദുള്ള, മജീദായ ഖുർആനുമാണ്. മജീദ് എന്നതിന് പ്രതാപമുള്ള, അതുപോലെ ശ്രേഷ്ഠതയുള്ള എന്നൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ അർത്ഥകൽപ്പന ചെയ്യാറുള്ളത്. ഉന്നതസ്ഥാനീയനായ, ഗംഭീരനായ, മഹാനായ, പ്രതാപിയായ എന്നൊക്കെ നമുക്ക് പറയാം അൽ മജീദ് എന്ന വാക്ക്. അതുപോലെ തന്നെ ഉദാരത കാണിക്കുന്ന, ഉദാരൻ, വലിയ പരോപകാരി തുടങ്ങിയ അർത്ഥങ്ങളൊക്കെയും മജീദ് എന്ന വാക്കിനുണ്ട്. അതൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. ഈ 2 സാധ്യതകൾ, ഒന്ന് അതിന്റെ ഔന്നത്യം, ആളുടെ സോഷ്യൽ സ്റ്റേറ്റസ് ആണ് സൂചിപ്പിക്കുന്നത്, വലിയ ഔന്നത്യമുള്ള ഒരാൾ, ആ നിലക്കാണ് മജീദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ, അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്നയിൽ പെട്ട ഒരു പദമാണ്. അപ്പോ ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഉന്നതസ്ഥാനീയനായ, പ്രതാപിയായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനെ തന്നെയാണ് പരാമർശിക്കുന്നത്. അത് 2 നിലക്കും ഖുർആൻ വളരെ ഔന്നത്യമുള്ളതാണ്, അതേപോലെ തന്നെ ഖുർആൻ വളരെ ഔദാര്യമുടയതുമാണ്. ഖുർആന്റെ ഔന്നത്യം അതിനെ പരിചയപ്പെടുന്ന
അതിന്റെ വായനക്കും അത് തദബ്ബുർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആർക്കും വിശേഷിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആശയപരമായ ഗാംഭീര്യവും ഔന്നത്യവും ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്വഭാവത്തിലുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ഓരോ സൂക്തവും. അതുകൊണ്ട് തന്നെ അതിന്റെ ആശയപരമായ ഔന്നത്യം ഭാഷാപരമായ അനുകരിക്കാൻ പറ്റുകയില്ലാത്തൊരവസ്ഥ, അനുപമേയമായ അവസ്ഥ, ഇനിമിറ്റബിൾ ആയ ഒരു സ്റ്റേറ്റസ് ആണ് ഖുർആനുള്ളത്. അപ്പൊ ഈ കാര്യം അതേപോലെ തന്നെ ഖുർആന്റെ ഔദാര്യം, ഉദാരത എന്ന് പറയുന്നത് അതും വളരെ മഹത്തരമായതാണ്. മനുഷ്യ രാശിയെ സംബന്ധിച്ചിടത്തോളം അവര് ഖുർആന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കൂരിരുട്ടിലാണ് ഉണ്ടാവുക, വലിയ അന്ധകാരത്തിലാണ് ഉണ്ടാവുക. ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ അതെന്തിനു വേണ്ടിയുള്ളതാണ്, അതിന്റെ തുടക്കം എങ്ങനെയാണ് അതിന്റെ ആക്ഷേപത്ത് ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ലക്ഷ്യരഹിതമായി ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കും മനുഷ്യരൊന്നാകെയും തന്നെ ഖുർആൻ ഭൂമുഖത്ത് അതിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ. അപ്പോ ഖുർആൻ വളരെ ഔന്നത്യവും പ്രതാപവും ഉള്ള, വളരെ ഔദാര്യപൂർവമായ ഒരു ധർമ്മം നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതാണ് ലോക മാനവിക ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യാസപ്പെടുത്തലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. ഖുർആൻ ഉള്ള ലോകവും ഖുർആന്റെ സാന്നിധ്യം അനുഭവപ്പെടാത്തൊരു ലോകവും തീർത്തും വ്യത്യസ്തമായ രണ്ട് അവസ്ഥകൾ തന്നെയായിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. അതിന്റെ ലോകത്ത് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വെച്ച് നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ ഏവർക്കും ബോധ്യപ്പെടുക അതാണ്. അപ്പോ അങ്ങനെയുള്ള ഔന്നത്യം ഉള്ള, ശ്രേഷ്ഠതയുള്ള, അതുപോലെ വളരെ ഔദാര്യപൂർവമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഖുർആൻ, ആ ഖുർആനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഇവിടെ ഒരു ഖസം ചെയ്യുന്നത്, ഒരു ശപഥം ചെയ്യുന്നത്. ഖുർആനിൽ അങ്ങനെ ധാരാളം ശപഥങ്ങളുണ്ട്, നമ്മളത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മുഖത്താത്തുകൾ തന്നെ ഒരു നിലക്ക് പറഞ്ഞാൽ ശപഥവാക്യങ്ങളാണ്. അള്ളാഹു ഒരു കാര്യം പറയുന്നതിന് ഒരു ശപഥം ചെയ്യുന്ന രീതിയിലാണ്, ഖസം ചെയ്തുകൊണ്ട് പറയുന്ന രീതിയിലാണ് മുഖത്താത്തുകളൊക്കെയും തന്നെ ഖുർആനിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ സൂറത്തിന്റെ തുടക്കത്തിലാണ്. അതുപോലെ അതിനെ തുടർന്ന് പറയുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനക്ക് പിൻബലമായിക്കൊണ്ടുള്ള ഒരു ശപഥവാക്യമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോ ഖാഫ് എന്ന പദം, ആ ശബ്ദം തന്നെ ഒരു ശപഥത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ്. ഖാഫ്, അതുപോലെ ഖുർആനുൽ മജീദ്, ഉത്കൃഷ്ടമായ ഖുർആനും, ഖാഫും ഉത്കൃഷ്ടമായ ഖുർആനുമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടർന്നുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്. ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും. ബൽ അജിബു, അവര് അത്ഭുതപ്പെടുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്. എന്തിനാണ്? അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരിലേക്ക് വന്നിരിക്കുന്നു എന്നത് കാരണമായി അവര് വലിയ ആശ്ചര്യത്തിലാണ്, അവര് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ഇതെന്താ ഇപ്പോ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ താക്കീതുകാരനായിട്ട് ഇങ്ങനെ അയച്ചിരിക്കുന്നത്? നമ്മുടെ കൂട്ടത്തില് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് സുപരിചിതനായ ഒരാളെ തന്നെ നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്ന വിധത്തിൽ ഒരു താക്കീത് തരുന്ന ഒരാളായിട്ട്, നമ്മളൊക്കെ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നുണ്ടായിരുന്നത്. നമുക്കറിയാത്തൊരു കാര്യം ഇപ്പോ ഇയാൾക്ക് അറിയാൻ എങ്ങനെയാണ് വഴി എന്ന നിലക്കാണ് അവരുടെ ആ അവിശ്വാസം നിറഞ്ഞ
ആ കൗതുകം അല്ലെങ്കിൽ ആശ്ചര്യം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഔന്നത്യത്തെയും ശ്രേഷ്ഠതയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഖസം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മനുഷ്യൻ, ഇവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ താക്കീതുകാരനായി വരുന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയോ അത്ഭുതപ്പെടുകയോ ചെയ്യുന്നതിന് യാതൊരു ന്യായവുമില്ല. കാരണം നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആനാണ്. ഖുർആന്റെ ഔന്നത്യവും ഖുർആന്റെ ശ്രേഷ്ഠതയും തന്നെ നിങ്ങൾക്ക് അത് ഇദ്ദേഹം താക്കീതുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള സാക്ഷ്യമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ തന്നെയാണ് സാക്ഷ്യം. കാരണം ഖുർആനുമായിട്ട് ഒരാൾക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ അയാൾ വ്യത്യസ്തനാണ് എന്നാണ് അർത്ഥം. നിങ്ങൾക്കാർക്കും പറ്റിയിട്ടില്ലല്ലോ. ഖുർആന് പോലെയുള്ള ഒന്നുമായിട്ട് വരാൻ നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഖുർആനുമായിട്ട് വരുന്നുവെങ്കിൽ, നിങ്ങളെ കേൾപ്പിക്കുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം അയാൾക്ക് വ്യത്യസ്തമായ ഒരു ദൗത്യമുണ്ട്, വ്യത്യസ്തമായ ഒരു പദവിയുണ്ട്, അയാളെ വ്യത്യസ്തനാക്കുന്ന ചില കാര്യങ്ങൾ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നതാണല്ലോ. അപ്പൊ ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖാഫുമാണ് ഈ ഉത്കൃഷ്ടമായ ഖുർആനുമാണ്. എന്താണത്? അതാണ് സാക്ഷ്യം എന്നത്. ഈ ഖാഫ് എന്നതിനെ വേണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അവതരിച്ച ദൈവിക വചനങ്ങളിലേക്കും അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് തുടങ്ങുന്നത്, അതിന്റെ ഏറ്റവും മുഅല്ലമായ ശബ്ദം ഖാഫാണ്. ഇഖ്റ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ അലിഫ് അതിന് തുറന്നു വരുന്ന ശബ്ദങ്ങളെക്കാളൊക്കെ മുഴക്കത്തോടു കൂടി കേൾക്കുന്നത് ആ ഖാഫാണ്. അപ്പൊ ഖാഫാണ് ഖുർആന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്ന ഒരു സൂചന ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. എന്തായാലും ഖാഫാണ് ഈ ഉത്കൃഷ്ടമായ ഖുർആനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഈ അത്ഭുതപ്പെടൽ, ആശ്ചര്യപ്പെടല് ഒക്കെയും അസ്ഥാനത്താണ് എന്ന വിധത്തിലാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. ബൽ അജിബു, ഇങ്ങനെയല്ല, നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെയല്ല. ഈ ഖാഫും ഖുർആനും സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, ഈ നിങ്ങൾ ധരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരാൾ സ്വാഭാവികമായി അനുമാനിക്കാനിടയുള്ളത് പോലെയല്ല. ഈ ആളുകള് ആശ്ചര്യപ്പെടുകയാണ്. അവിശ്വാസം നിറഞ്ഞ വിധത്തിലുള്ള ഒരു ആശ്ചര്യപ്പെടലാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ബൽ അജിബു, എന്തിന്റെ കാര്യത്തിലാണ്? അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ഒരാൾ താക്കീത് നിർവഹിക്കുന്നവനായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നത് അവര് വലിയ ആശ്ചര്യത്തോടു കൂടി അവിശ്വസനീയമായ ഒരു കാര്യം എന്ന നിലക്കാണ് അവരതിനെ കാണുന്നത്. എന്നിട്ടോ നിഷേധികൾ പറയുകയാണ്, ഫഖാലൽ കാഫിറൂൻ, എന്ന് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ, അദ്ദേഹത്തിന്റെ താക്കീതുകാരൻ എന്ന ആ പദവിയെ അംഗീകരിക്കാത്ത ആളുകൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹാദാ ശൈഉൻ അജീബ്, ഇത് വല്ലാത്തൊരു പുതുമയാണല്ലോ, ഇത് വല്ലാത്തൊരു ആശ്ചര്യകരമായ സംഗതിയാണല്ലോ, ഇത് വല്ലാത്തൊരു അവിശ്വസനീയതയുള്ള അത്ഭുതമുളവാക്കുന്ന കാര്യമാണല്ലോ എന്നാണ് അവരുടെ കൂട്ടത്തിലെ കാഫിറുകൾ, നിഷേധികൾ പറയുന്നത്. ഇവരിവിടെ നിഷേധികൾ എന്നത് ഈ താക്കീതുകാരനെ, ദൈവികമായി നിയോഗിക്കപ്പെട്ട താക്കീതുകാരനായി ഉൾക്കൊള്ളുന്നില്ല എന്നത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിലേക്ക് താക്കീതുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അടിസ്ഥാന വസ്തുത നിഷേധിക്കുന്ന ആളുകളാണ് ഇവിടെ കാഫിറുകൾ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് പിന്നിടുന്ന ഘട്ടത്തില് ശ്രദ്ധേയമായ ഒരു ദൗത്യവുമായിട്ട് രംഗത്ത് വന്നപ്പോ അവർക്ക് തങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ മുതിരുന്നത് കണ്ടപ്പോ അത് വളരെ അവിശ്വസനീയമായിട്ട് തോന്നുന്നു. അവര് അദ്ദേഹത്തെ താക്കീതുകാരൻ എന്ന നിലക്ക് ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല, അദ്ദേഹത്തെ നിഷേധിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഹാദാ ശൈഉൻ അജീബ്,
ഇത് തീർത്തും കൗതുകകരമായ, അവിശ്വസനീയമായ, അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത് നമുക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിലാണ് അവർ ഈ കാര്യം പറയുന്നത്. ഐദാ മിഥ്ന വകുന്ന തുറാബ, എന്താണ് ഈ പറയുന്നത്? നമ്മള് മരിച്ചു പോവുകയും അങ്ങനെ വകുന്ന തുറാബ, നമ്മൾ മണ്ണായി തീരുകയും ചെയ്തതിന് ശേഷമോ? അപ്പൊ അവിടെ നടക്കുന്ന ഒരു സംസാരത്തിലേക്കാണ് സൂചന. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ജനതയെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ സുപ്രധാനമായ 3 കാര്യങ്ങള്, ഒന്ന്, അവരുൾപ്പെടുന്ന ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നതാണ്. രണ്ടാമത്തത്, ആ സ്രഷ്ടാവിനെ കുറിച്ച് അവരോട് പറയുവാനും അവരുടെ നിലപാടുകളെ കുറിച്ച് അവരെ താക്കീത് ചെയ്യുവാനും ഒക്കെയായിട്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് താൻ എന്നതാണ് അദ്ദേഹം അവരോട് പറയുകയുണ്ടായ രണ്ടാമത്തെ കാര്യം. അതിനോട് ചേർത്ത് വളരെ അനിവാര്യമായിട്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന കാര്യം, നിങ്ങളൊക്കെയും തന്നെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് സ്രഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഓരോ കർമ്മത്തിന്റെയും നിലപാടിന്റെയും പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്നതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ മൂന്നാമത്തെ കാര്യമാണ് അവർക്ക് ഏറ്റവും അരോചകമായിട്ട്, ഇത് മൂന്നും അരോചകം തന്നെയാണ്, പക്ഷെ അതിൽ ഏറ്റവും അരോചകമായിട്ട് അവർക്ക് അസ്വീകാര്യമായിട്ടുണ്ടായിരുന്നത് ഈ മൂന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന സംഗതിയാണ്. അവര് മരണത്തോടു കൂടി എല്ലാം കഴിയും, മരണത്തിന് ശേഷം മറ്റൊരു സാധ്യതയില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, വിചാരണയോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഫലമോ ശിക്ഷയോ ഒന്നും, അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ഹയാത്തുന ദുനിയ, ഈ ഐഹിക ലോകത്തെ ജീവിതം മാത്രമാണ്, അതല്ലാത്ത വേറെ യാതൊന്നുമില്ല എന്നാണ് അവര് വളരെ ദൃഢസ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ അവരെ കേൾപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യം, നിങ്ങളൊക്കെയും തന്നെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിനെ തുടർന്ന് നിങ്ങളുടെ കർമ്മങ്ങള് വിചാരണ ചെയ്യപ്പെടും, അതിന്റെ ആക്ഷേപത്വം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ്. ഈ ഒരു കാര്യം പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും അവര് സന്നദ്ധരാകാത്ത ഒരു കാര്യമായിട്ടാണ് അതുള്ളത്. മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഐഹിക ലോകത്തെ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സംഗതി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നതാണ് അവര് സൗകര്യപൂർവ്വം തറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. അപ്പോ അതിനോടുള്ള പ്രതികരണമായിട്ട്, ഈ പുനരുത്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനോടുള്ള പ്രതികരണമായിട്ട് മക്കയിലെ നിഷേധികൾ പറഞ്ഞ കാര്യം ഇതാണ്: ഐദാ മിത്ന വകുന്ന തുറാബ, ഞങ്ങൾ മരിച്ചു പോവുകയും മണ്ണായി തീരുകയും ചെയ്തതിന് ശേഷമോ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ. അതിവിടെ വാക്കുകളുടെ രൂപത്തിലില്ല, പക്ഷെ ഈ ആദ്യത്തെ ഭാഗത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഐദാ മിത്ന വകുന്ന തുറാബ, ഞങ്ങൾ മരിക്കുകയും മണ്ണായി തീരുകയും ചെയ്തതിന് ശേഷമോ, അത് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടായതിനു ശേഷമോ എന്നാണ് ചോദ്യം. ദാലിക റജുഉൻ ബഈദ്, അതൊരിക്കലും നടപ്പാകാൻ പോകുന്ന ഒരു കാര്യമല്ല, അത് വളരെ വിദൂര സാധ്യതയുള്ള ഒരു മടക്കമാണ് എന്നാണ് അവർ പറയുന്നത്. ദാലിക റജുഉൻ, റജഉ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. റജഉ എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. മടക്കമുള്ള ആകാശം, തിരിച്ചയക്കുന്ന ആകാശം എന്നൊക്കെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പിന്നെ മനസ്സിലാക്കാം. എന്തായാലും റജുഉൻ ബഈദാണ്. ബഈദ് എന്ന് പറഞ്ഞാൽ ലലാലം ബഈദ എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. വളരെ വിദൂരസ്ഥമായ അവസ്ഥയിൽ പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ, ആ ന്യൂട്രൽ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് യാത്ര ചെയ്ത് എത്തണം.
പിഴച്ചു പോയ പോയിന്റിൽ എത്താൻ തന്നെ ആ വിധത്തില് അകന്നകന്ന് പോയി എന്നാണ് അതിന്റെ ഒരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള സൂചന. അപ്പൊ ഇവര് ഇവിടെ പറയുന്നത് ആലിക്ക് റജുവും പായി, മരണശേഷം നമ്മുടെ ശരീരമൊക്കെ ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി തീർന്നതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതൊരു വളരെ വിദൂര സാധ്യതയുള്ള ഒരു മടക്കം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആലോചിക്കാൻ പോലും അവസരമില്ലാത്ത വിധത്തില് ഉള്ള ഒരു കാര്യമാണിത്. മരിച്ച് മണ്ണായി തീർന്നതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ദാലിക റജുഉൻ ബഈദ്, ആ ഒരു മടക്കമുണ്ടല്ലോ വളരെ വിദൂരസ്ഥമായ സാധ്യതയുള്ള ഒരു സംഗതിയാണ്, ഒരിക്കലും ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇതാണ് അവരുടെ സംസാരം. എന്നിട്ട് അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവർ കരുതുന്നത് മരിച്ചു മണ്ണായി ശരീരം ദ്രവിച്ചു പോയി എല്ല് പൊടിഞ്ഞു പോയി അതൊക്കെയും പൂർണ്ണമായിട്ടും മണ്ണിന്റെ ഭാഗമായിട്ട് അങ്ങ് അലിഞ്ഞു ചേർന്നു, ഞാൻ എന്നൊരു അസ്തിത്വം പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. മരിച്ച് മൃതദേഹം മണ്ണിൽ വെച്ച് മണ്ണിട്ട് മൂടുന്നതോടുകൂടി പിന്നെ ഡീകമ്പോസിഷൻ തുടങ്ങുകയാണ്. ശരീരം ജീർണിച്ചു പോകുന്നു, അഴുകി പോകുന്നു, എല്ലുകളൊക്കെ വേറെയാവുന്നു. എല്ലുകൾ കുറെ കാലം അങ്ങനെ മണ്ണിൽ കിടക്കുന്നു. അത് കാലങ്ങൾ പിന്നിടുന്നതോടുകൂടി എല്ലുകളും പൊടിഞ്ഞ് പൊടിഞ്ഞ് പൂർണ്ണമായിട്ടും മണ്ണിന്റെ ഭാഗമായിട്ടൊക്കെ മാറും. പലപ്പോഴും ചിലപ്പോഴൊക്കെ എല്ലുകളുടെ ഒരു രൂപം മാത്രമാണ് അങ്ങനെ നിൽക്കുക. ചില പഴയ ഖബറുകളും മാന്തണ്ടിയും ഒക്കെ വരുന്ന അവസരത്തില് അല്ലെങ്കിൽ കുഴിമാടങ്ങൾ കുഴിക്കുമ്പോ ഒക്കെ എല്ലുകള് മനുഷ്യന്റെ അസ്ഥിയൊക്കെ കാണും. അത് ചിലതൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞ് പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും. മനുഷ്യന്റെ കൈ കടത്തലുകളോ അല്ലെങ്കിൽ പെരുമാറ്റമോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് അത് പൊടിയാതെ അങ്ങനെ ആ രൂപത്തിൽ എങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത് മണ്ണിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായും മണ്ണിന്റെ ഭാഗമായി തീർന്നതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ദാലിക റജുഉൻ, അതൊരു മടക്കം തന്നെയാണ്. ബഈദ്, നടപ്പിലാവുക എന്നത് വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഒരു മടക്കമാണത് എന്നാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രതികരണം ഇതാണ്, ഖദ് അലിംന, തീർച്ചയായിട്ടും നാം അറിഞ്ഞിട്ടുണ്ട്, മാ തൻഖുസുൽ അർളു മിൻഹും, അവരിൽ നിന്ന് മണ്ണ് ഭൂമി കുറവ് വരുത്തുന്നത് എന്താണ് എന്നത്. മൃതദേഹം മണ്ണില് മറമാടിയാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുകയാണ് എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതിനെ കുറിച്ച്. മാ തൻഖുസുൽ അർളു മിൻഹും, അവരിൽ നിന്ന് ഭൂമി കുറച്ചു കളയുന്നത് എന്താണ് എന്നത് നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഖദ് അലിംന, നാം അറിഞ്ഞിട്ടുണ്ട്, മാ തൻഖുസുൽ അർളു, ഭൂമി നാഖിസാക്കുന്നത്, ഭൂമി കുറച്ചു കളയുന്നത്, ഭൂമി കുറവ് വരുത്തുന്നത്, മിൻഹും, അവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരങ്ങൾ, ജഡങ്ങൾ ഭൂമിയിൽ മറമാടപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് ഭൂമി തിന്നു തീർക്കുന്നത്, ഭൂമി വിഴുങ്ങിക്കളയുന്നത്, ഭൂമി അപ്രത്യക്ഷമാക്കുന്നത് എന്തൊക്കെയാണ് എന്നത് നമുക്ക് കൃത്യമായി അറിവുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മൃതദേഹം മണ്ണിൽ വെച്ച് അലിഞ്ഞ് ഡീകമ്പോസ്ഡ് ആയിട്ട് പൂർണ്ണമായി ദ്രവിച്ച് ജീർണിച്ചു പോയി മണ്ണിന്റെ ഭാഗമായി എന്ന് വെക്കുക. അതിനെ ഭൂമി പൂർണ്ണമായി വിഴുങ്ങി അല്ലെങ്കിൽ ഭൂമി അപ്രത്യക്ഷമാക്കി, ഭൂമി കാണാണ്ടാക്കി, ഭൂമി കുറവ് വരുത്തി എന്നൊക്കെ പറയാം അതിന്, ആ പ്രക്രിയക്ക്. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെ ആ ജഡത്തിന്റെ ഭാഗം കിടപ്പുണ്ട്, ഏതൊക്കെ സംഗതികളിലാണ് അത് അലിഞ്ഞു ചേർന്നിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് അറിവുള്ളവനാണ് നാം. നമ്മുടെ ഒരു കൽപ്പന ഉണ്ടാവുക എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിനായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ എവിടുന്നൊക്കെ എന്തിലൊക്കെ അലിഞ്ഞു ചേർന്നു എന്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ശരീരമാണോ ഒരു മനുഷ്യൻ്റെത്, ആ
അവശിഷ്ടങ്ങളും ഭാഗങ്ങളും അംശങ്ങളും ഒക്കെ തന്നെയും അള്ളാഹുവിന്റെ കൽപ്പന കേട്ട ഉടനെ അവയൊക്കെയും വന്ന് പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് അവര് ജീവനുള്ള പഴയ പോലെയുള്ള ശരീരമുള്ള മനുഷ്യനായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം ഒരാളുടെ ജഡം ശരീരത്തിൽ ശരീരം അല്ലെങ്കിൽ ജഡം മണ്ണിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് പൂർണ്ണമായും മണ്ണിന്റെ ഭാഗമായി അതിൽ നിന്ന് ചെടികൾ വലിച്ചെടുത്തിട്ടുണ്ടാകും, മരങ്ങള് അവയുടെ പോഷകമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകും, അത് പലപ്പോഴും റോക്ക് ഫോർമേഷനൊക്കെ കാരണമായിട്ടുണ്ടാകും, അങ്ങനെ പലതും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇനി അങ്ങനെ മൃതദേഹം ഒന്നാകെ മണ്ണിനടിയിൽ അടക്കം ചെയ്ത അവസ്ഥയല്ല. ഒരാളുടെ കൈകള് കാലുകളൊക്കെ വേർപെടുത്തപ്പെട്ടു, എന്നിട്ട് പലയിടങ്ങളിലായിട്ടാണ് അത് ചിതറിക്കിടന്നത്, അല്ലെങ്കിൽ പല വൻകരകളിലായിട്ട് തന്നെയാണ് ഒരാളുടെ ജഡത്തിന്റെ ഭാഗങ്ങൾ കിടന്നിരുന്നത് എന്ന് ആണെങ്കിൽ പോലും എവിടെയൊക്കെയാണോ ഒരാളുടെ ശരീരഭാഗങ്ങൾ ഉള്ളത്, ഭൂമി എന്തൊക്കെയാണോ അതിൽ നിന്ന് കുറവ് വരുത്തിയിട്ടുള്ളത്, ഇതൊക്കെയും നാം അറിയുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ കരുതുന്നത് മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുക എന്നത് അസാധ്യമാണ് എന്നല്ലേ? ദ്രവിച്ചു പോയത് കൊണ്ട്, മരിച്ച് മൃതദേഹം ദ്രവിച്ച് മണ്ണിൽ അലിഞ്ഞു പോയത് കൊണ്ട് അത് സാധിക്കൂല എന്നല്ലേ നിങ്ങൾ സങ്കല്പിക്കുന്നത്? എന്നാ കേട്ടോളൂ, ഒരാളുടെ ശരീരം 7 വൻകരകളിലായിട്ടാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന് വെക്കുക, പല ഭാഗങ്ങളായിട്ട്. എങ്കിൽ പോലും അതിന്റെ ഓരോ അംശവും എവിടെയാണുള്ളത് എന്നത് നാം അറിയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അത് അലിംനാമാതൻഖുസുൽ മിൻഹു, ഭൂമി അതിൽ കുറവ് വരുത്തുന്നത് എന്തൊക്കെയാണെങ്കിലും, ഭൂമി തിന്ന് തീർക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിലെ ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ ശരീരം തിന്നു തീർക്കുമല്ലോ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത് കാണാത്ത വിധത്തിൽ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. ഭൂമി അതിനെ തിന്നു തീർക്കുന്നു എന്ന് കരുതാം. ഭൂമി അതിൽ വരുത്തുന്ന കുറവുകൾ എന്തൊക്കെയാണ് എന്നത് കൃത്യമായിട്ട് നാം അറിയുന്നു. വഇന്ദന കിതാബുൻ ഹഫീദ്, എല്ലാം തന്നെ സുരക്ഷിതമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഗ്രന്ഥവും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പക്കലുണ്ട്. വഇന്ദന കിതാബുൻ, നമ്മുടെ അടുക്കൽ ഒരു കിതാബുണ്ട്, ഒരു രേഖയുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഹഫീദ്, എല്ലാറ്റിനെയും രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന കിതാബാണത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിന്റെ ഓരോ അംശവും എവിടെയൊക്കെ എന്തിന്റെയൊക്കെ ഭാഗമായി മാറി എന്നത് അവന്റെ ഡോക്യുമെന്റേഷൻ സംവിധാനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ്. അതാരെങ്കിലും ഇരുന്ന് എഴുതുന്നതാവണം എന്നില്ല. അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ എന്തും എവിടെയും സ്കാറ്റേഡ് ആയാലും അതൊക്കെയും എവിടെയാണുള്ളത് എന്നത് ഞൊടിയിടയിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന, വളരെ ക്യുക്കായിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഡോക്യുമെന്റേഷൻ സംവിധാനം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ലോകത്ത് ഏതോ കാലത്ത് ഏതൊക്കെയോ മനുഷ്യര് രേഖപ്പെടുത്തിയ അറിവിന്റെ സ്രോതസ്സുകള് ഒക്കെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ ഡിജിറ്റൈസ്ഡ് ആണ്, അതുപോലെ ഈ സൈബർ സ്പേസിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാണ് എങ്കിൽ അതൊക്കെയും ഞൊടിയിടയിൽ തപ്പിയെടുത്തുകൊണ്ട് അതില് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആറ്റിക്കുറുക്കി നമുക്ക് പറഞ്ഞു തരികയാണ് AI. എന്തൊരു അത്ഭുതകരമായ ഒരു സാധ്യതയാണ് മനുഷ്യൻ നേടിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഖുർആനെ കുറിച്ച് പോലും നമുക്ക് നിരന്തരമായിട്ട് ചോദ്യങ്ങള് ഈ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാം. അതിന് മനുഷ്യരചനയില് എവിടെയൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ, ഒരു ഭാഷയും പ്രശ്നമല്ല. അത് ഏത് ഭാഷയിലും ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിൽ അതിലൊക്കെയും തപ്പി പരതിയിട്ട് ആ അറിവ് നമുക്ക്
സെക്കൻഡുകൾ കൊണ്ട് എത്തിച്ചു തരികയാണ് ഈ പുതിയ സംവിധാനം. ഇത് മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു വെച്ച ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണല്ലോ മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് മനുഷ്യന് സാധിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അള്ളാഹുവിന്റെ കാര്യങ്ങളെ രേഖപ്പെടുത്താനുള്ള സംവിധാനം എത്ര പ്രോജ്വലമായതായിരിക്കും എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അള്ളാഹുവിടെ പറയുന്ന വഇന്ദനാ കിതാബുൻ ഹഫീദ്, നമ്മുടെ അടുക്കൽ സകലതും രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാം ഓർത്തു വെക്കപ്പെടുന്ന കീഴാള മർദ്ദിത സമൂഹത്തിന്റെ ഒരു വരിയായിട്ട് നമുക്ക് അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു കാലാണിത്. നിങ്ങൾ ചെയ്ത അക്രമങ്ങളൊക്കെയും നിങ്ങൾ ചെയ്ത ക്രൂരതകളൊക്കെയും നിങ്ങൾ ഞങ്ങളുടെ ആളുകളോട് ചെയ്ത അതിക്രമങ്ങളൊക്കെയും തന്നെ ഓർത്തു വെക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന അതിന്റെ ഇശലുകൾ കേൾക്കാനിടയാവുന്ന ഒരു കാലം. ഇതേപോലെ മനുഷ്യരുടെ അറിവിന്റെ സ്രോതസ്സുകളൊക്കെയും രേഖപ്പെടുത്തപ്പെട്ട് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെയും അതിന്റെ ഭാഗമായി വന്ന് ചേരുകയാണ്. യൂണിവേഴ്സിറ്റികള് ഗവേഷണ പ്രബന്ധങ്ങൾ സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ അച്ചടിച്ചെടുത്ത പുസ്തക രൂപത്തിലുള്ളതിനോടൊപ്പം അതിന്റെ സോഫ്റ്റ് ഫോമുമാണ്. ഈ സോഫ്റ്റ് ഫോം എല്ലാ സർവകലാശാലകളും അവരുടെ റിസർച്ച് ഡിപ്പോസിറ്ററിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അത് ആവശ്യമുള്ള പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒക്കെ അതിലടങ്ങിയിട്ടുള്ള ഉള്ളടക്കം ലഭ്യമാവുന്ന വിധത്തിലാണ് ഇതൊക്കെയും സംവിധാനിക്കപ്പെടുന്നത്. ഇത് മനുഷ്യന്റെ സാധ്യതയാണെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ സൃഷ്ടിജാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങളും രേഖപ്പെടുത്താൻ ചെയ്തു വെച്ചിട്ടുള്ള സംവിധാനം എത്ര അബദ്ധരഹിതമായതായിരിക്കും എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യവും അതില് വിട്ടുപോവുകയില്ല. എല്ലാം കൃത്യമായിട്ട് പിഴവില്ലാതെ ആരെയും സ്വാധീനിച്ച് വികലമാക്കപ്പെടാത്ത വിധത്തിൽ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ് അള്ളാഹു നൽകുന്ന സൂചന. വഇന്ദനാ കിതാബുൻ ഹഫീദ്, ഹഫീദ് എന്നാണല്ലോ അവിടെ പറയുന്നത്. ഹഫീദ് എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായി പിശക് കൂടാതെ രേഖപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ കിതാബുൻ ഹഫീദ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ അടുക്കലുണ്ട്, എല്ലാം രേഖപ്പെടുത്തുന്ന. അതുകൊണ്ട് ഒരാളുടെ ജഡത്തിന്റെ ഭാഗങ്ങൾ, അംശങ്ങൾ എവിടെയൊക്കെ പോയി എന്തിന്റെയൊക്കെ ഭാഗമായി എന്നതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്ന കാര്യമല്ല. അള്ളാഹു അതൊക്കെയും പുനഃസംഘടിക്കട്ടെ എന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നതോടുകൂടി എന്തിന്റെയൊക്കെ ഭാഗമായി അത് അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ പോലും അവയൊക്കെയും തന്നെ വീണ്ടും ഒരുമിച്ച് കൂടി പഴയ രൂപത്തിൽ ആ മനുഷ്യൻ ജീവൻ ലഭിച്ച പുതിയൊരാളായിട്ട് രംഗത്ത് വരും എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. അത് അസംഭവ്യമായിട്ട് ഇവർക്ക് തോന്നുന്ന, ഇവർ അത്ഭുതമായിട്ട് അതിനെ കാണുന്നുവെങ്കിൽ, അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നതെങ്കിൽ അത് അവരുടെ ബുദ്ധിയുടെ എന്തോ പോരായ്കയാണ്, ശ്രദ്ധയില്ലായ്കയാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് എന്ന സ്വരത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അതിൽ അവിശ്വസനീയതയില്ല, അസംഭവ്യമായിട്ട് യാതൊന്നുമില്ല. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് ഖാഫിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.